ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സാണ്. അതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷിൽ വരുമ്പോഴത്തേക്കും യു എന്ന് പറയുന്ന ഒരു വേർഡിനെ പറ്റിയാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ യു എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ മലയാളത്തിലാണെങ്കിൽ യുന്ന് പ്രത്യേകിച്ചാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് എല്ലാവരെയും, അതായത് ഇപ്പോൾ മുതിർന്ന ആൾക്കാരെ, നമ്മളുടെ പ്രായമുള്ള ആൾക്കാരെ, നമ്മളെക്കാട്ടിലും പ്രായം കുറഞ്ഞവരെയൊക്കെ നമ്മൾ യു എന്ന് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഒരാളുടെ ഇത് പറയുമ്പോഴത്തേക്കും യു ക്യാൻ ഗെറ്റ് അല്ലെങ്കിൽ യു ക്യാൻ ഗോ എന്നുള്ള രീതിയിൽ യു ക്യാൻ ഗോ മദർ എന്ന് പറഞ്ഞിട്ട് അമ്മയോടായാലും അച്ഛനോടായാലും നമ്മൾ ഒരേ വേർഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതാണ് യു കൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മലയാളത്തിലാകുമ്പോഴത്തേക്കും ലൈക്ക് റെസ്പെക്റ്റ് പോലെയാണ് നമ്മൾ നിങ്ങൾ, താങ്കൾ, അങ്ങനെ ഒരു രീതിയിൽ ഒരാളുടെ പ്രായം ഒക്കെ നോക്കിയിട്ട് നമ്മൾ അവരെ മുതിർന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ടല്ലേ എന്ന രീതിയിലൊക്കെ നമ്മൾ പറയത്തില്ലേ. അതുപോലെയാണ് നമ്മളത് പറയുന്നത്. അപ്പോൾ യു എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അതിലൊരു റെസ്പെക്റ്റ് ഫീൽ ചെയ്യത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇംഗ്ലീഷിൽ നമ്മൾ അതിന് പകരമായിട്ടാണ് നമ്മൾ പൊളൈറ്റ് വേർഡ്സ് യൂസ് ചെയ്യുന്നത്. അതെന്താണെന്ന് ഞാൻ മുന്നത്തെ ക്ലാസ്സിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്താണ് പൊളൈറ്റ് വേർഡ്സും അതിനുള്ള സെൻറ്റൻസും ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരാളെ ആദ്യമായിട്ട് നമ്മളിപ്പോൾ കാണുവാണെങ്കിൽ തന്നെ നമുക്കത് യു എന്ന് വെച്ചിട്ട് ആളുടെ മുന്നിൽ പോയിട്ട് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ആരെങ്കിലും ആയിക്കോട്ടെ, ഇപ്പോൾ നമ്മളൊരു ഓഫീസിൽ വർക്ക് ചെയ്യാണ്, ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അയാളോട് പോയിട്ട് യു ഗെറ്റ് മീ ദാറ്റ് ഫയൽ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. നമ്മളെക്കാട്ട് സീനിയോറിറ്റി ഉള്ള ആളായിരിക്കും. അപ്പോൾ നമുക്ക് ആ യു എന്ന് പറഞ്ഞിട്ട് നമുക്കത് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതിന് നമ്മൾ പൊളൈറ്റായിട്ട് കുറേ വേർഡ്സുകളുണ്ട്. നമുക്ക് എങ്ങനെയാണ് യു പ്ലീസ് ഗെറ്റ് ഇറ്റ്, ഓക്കെ, ക്യാൻ യു പ്ലീസ് ബ്രിങ് ദാറ്റ് എന്ന് നമ്മൾ പ്ലീസ് വെച്ചിട്ട് പൊളൈറ്റായിട്ട് നമ്മൾ സംസാരിക്കണം. അങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്. എന്നാൽ മാത്രമാണ് അതൊരു ഒരു റെസ്പെക്റ്റ് പോലെ നമുക്കത് ഫീൽ ആവത്തുള്ളൂ. നമ്മളിപ്പോൾ ഒരാളോട് പറയുമ്പോഴത്തേക്കും അയാൾക്ക് അതൊരു ഫീലിങ്സ് വരത്തുള്ളൂ. ഈ നല്ല റെസ്പെക്റ്റോടെയാണ് സംസാരിക്കുന്നതിനുള്ള ഫീലിങ്സ് വരത്തുള്ളൂ. അല്ലാതെ നമുക്ക് ഇംഗ്ലീഷിൽ ഇങ്ങനെ പേഴ്സണലി റെസ്പെക്റ്റ് എന്താണെന്ന് വെച്ചാൽ അതങ്ങനെ വരത്തില്ല. അതിന് പകരമായിട്ടാണ് നമ്മൾ ഇത്രയും ടൈപ്പ് ഓഫ് പൊളൈറ്റ് വേർഡ്സ് യൂസ് ചെയ്യുന്നത്. ഏതൊക്കെയാണെന്ന് ഞാൻ മുന്നത്തെ ക്ലാസ്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുക എക്സ്ക്യൂസ് മീ. ഇപ്പോൾ പല സ്ഥലങ്ങളിൽ നമ്മൾ എക്സ്ക്യൂസ് മീ എന്നുള്ള വേർഡ് യൂസ് ചെയ്യും. എക്സ്ക്യൂസ് മീ, പ്ലീസ്, സോറി, പിന്നെ ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്, ഓഫ് കോഴ്സ്, ഇങ്ങനത്തൊക്കെ ചില പൊളൈറ്റ് വേർഡ്സ് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യും. ഡെയിലി ലൈഫിൽ നമ്മൾ കൂടുതലായിട്ട് ഇത്രയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഡെയിലി ഒരാളുടെങ്കിലും സോറി, താങ്ക്സ്, ഇതൊക്കെ നമ്മൾ യൂഷ്വലി പറയുന്ന ഒരു വേർഡ്സാണ്. നമ്മൾ ആരുടെങ്കിലും ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്താൽ നമ്മളത് പറയും, സോറി, ഐ എം സോറി എന്ന് പറയും. ഇപ്പോൾ മലയാളത്തിൽ വരുമ്പോഴത്തേക്കും നമ്മളത് കൂടുതലും സോറി അങ്ങനെ മലയാളത്തിൽ നമ്മൾ വരുമ്പോഴത്തേക്കും അങ്ങനെ നമ്മൾ യൂഷ്വലി അത് മാപ്പ് അങ്ങനെ നമ്മൾ ആരുടെ അങ്ങനെ പറയത്തില്ല. എന്തെങ്കിലും തെറ്റ് ചെയ്താൽ മാപ്പ്, ക്ഷമിക്കണം, അങ്ങനെ നമ്മൾ റെയറായിട്ടേ പറയത്തുള്ളൂ. നമ്മളങ്ങനെ വെച്ചുകൊണ്ട് നമ്മളങ്ങനെ പറയത്തില്ല. പക്ഷേ ഇംഗ്ലീഷിൽ വരുമ്പോഴത്തേക്കും നമ്മൾ ആ സോറി എന്ന് പറഞ്ഞൊരു വേർഡ് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ യൂസ് ചെയ്യും. ഇപ്പോൾ നമ്മുടെ മിസ്റ്റേക്ക് ആണെങ്കിൽ നമുക്കത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മളത് സോറി പറയും, സോറി ഫോർ ദാറ്റ്. അങ്ങനെ നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ സോറി യൂസ് ചെയ്യുന്നത്. സോറി എന്ന് പറഞ്ഞൊരു പൊളൈറ്റ് വേർഡാണ്. അത് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കൊരു സിറ്റുവേഷൻ ഉണ്ട്. ഏത് സിറ്റുവേഷനിലാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആണല്ലോ നമ്മൾ സോറി പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ പല സെൻറ്റൻസും വരും. ഇപ്പോൾ ഒരാളുടെ അറിയാതെ നമ്മൾ ആളുടെ കാലക്കരി ചവിട്ടിയോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നമ്മളിങ്ങനെ അയ്യോ സോറി ബൈ മിസ്റ്റേക്ക് എന്ന നമ്മൾ രീതിയിൽ പറയും. അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ സോറി ഫോർ ദാറ്റ് എന്ന് പറയും. അപ്പോൾ ആളുടെ നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ സോറി ഫോർ ദാറ്റ്. അല്ലെങ്കിൽ അങ്ങനെ പല രീതിയിലാണ് നമ്മൾ സോറി വെച്ചിട്ടുള്ളത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ യു എന്ന് പറയുന്ന ഒരു വേർഡാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, നമുക്ക് അതിന് പകരമായിട്ടാണ് നമ്മൾ പൊളൈറ്റ് വേർഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഇംഗ്ലീഷിൽ കുറേ പൊളൈറ്റ് വേർഡ്സ് ഉണ്ട്. അതിൻ്റെ ക്ലാസ്സും ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലത്തെ ചെറിയ ടിപ്സും യൂസ്ഫുള്ളായിട്ട് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ മതി. അത് ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ അടുത്ത ക്ലാസ്സായിട്ട് കാണുന്നവരെ അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.